ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്യാം. യോഹന്നാൻ്റെ സുവിശേഷം 14:18 ഇങ്ങനെ കാണുന്നു: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമ്മൾ ഒറ്റപ്പെട്ടതായി തോന്നുന്ന സമയങ്ങളിലും യേശു നമ്മെ കൈവിടുന്നില്ല. മനുഷ്യരുടെ സാന്നിധ്യം ഇല്ലാതെയായാലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കണ്ണുനീരും വേദനയും അവൻ അറിയുന്നു. സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ്റെ കാലത്ത് യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. മനുഷ്യ സാന്നിധ്യം ഇല്ലാതിരുന്ന പത്മോസ് ദ്വീപിൽ ആയിരുന്നപ്പോഴും യോഹന്നാന് മഹത്തായ വെളിപ്പാട് ലഭിച്ചത്. പത്മോസ് യോഹന്നാൻ്റെ തടവിൻ്റെ സ്ഥലമായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ സ്ഥലമായി മാറി. പ്രിയമുള്ളവരെ, നാം ഇന്നനുഭവിക്കുന്ന പത്മോസിൻ്റെ ഏകാന്തത നമ്മെ തകർക്കുവാനുള്ളതല്ല, നമ്മെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുവാനുള്ളതാണ്. മനുഷ്യർ നമ്മെ ഒറ്റപ്പെടുത്തുന്ന സ്ഥലത്തുപോലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. അവിടെ വച്ചും ദൈവം തൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാം ഒറ്റയ്ക്കാണ്, നാം തനിച്ചാണ് എന്നുള്ള തോന്നലിലൂടെ ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവവചനം പറയുന്നു: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.